മൈദ ഉപയോഗിച്ചുള്ള ഒരുപാട് ആഹാരങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഡെയിലി കഴിക്കാറുണ്ട്. എന്നിരുന്നാലും ആരോഗ്യത്തിന് മൈദ അത്ര നല്ലതല്ല എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും എങ്ങനെയാണ് ഈ മൈദ നിർമ്മിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ ഇത്ര പറയാൻ എന്തിരിക്കുന്നു? ഗോതമ്പ് പൊടിച്ചിട്ടാണെന്ന് പറയുന്നവരായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ ചുമ്മാ ഗോതമ്പ് പൊടിച്ചാൽ ഒന്നും മൈദ ലഭിക്കില്ല എന്നതാണ് സത്യം. എങ്ങനെയാണ് ഈ മൈദ ഉണ്ടാക്കുന്നതെന്നും അതിന്റെ അത്ഭുതപ്പെടുത്തുന്ന ഫാക്ടറി പ്രോസസ്സുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഗോതമ്പ് ഉപയോഗിച്ചാണ് മൈദ ഉണ്ടാക്കുന്നതെന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ. എന്നിട്ടും എന്താ മൈദ ഇത്ര ഡിഫറന്റ് ആയിരിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഗോതമ്പിന്റെ സ്ട്രക്ചർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ഗോതമ്പ് മണിക്ക് 3 ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും പുറത്തുള്ള ലെയറാണ് ബ്രാൻ. ഇതിൽ ഫൈബറും മിനറൽസുമാണ് അടങ്ങിയിരിക്കുന്നത്. നടുവിലത്തെ ലെയറാണ് എൻഡോസ്പെം. ഇതിൽ കൂടുതലായും സ്റ്റാർച്ചിന്റെയും ഗ്ലൂട്ടന്റെയും ഫോമിൽ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ആണ് അടങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഉള്ളിലെ ലെയറാണ് ജം. ഇതിൽ വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. മൈദ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പിൽ നിന്ന് ബ്രാനും ജമ്പും വേർതിരിച്ചതിന് ശേഷം എൻഡോസ്പം മാത്രം എടുത്ത് ഈ പാർട്ട് ഗ്രൈൻഡ് ചെയ്താണ് മൈദ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മൈദയുടെ ഫാക്ടറി പ്രോസസ്സിലേക്ക് കടക്കാം. ഗോതമ്പിന്റെ വിളവെടുപ്പ് മുതലാണ് മൈദ നിർമ്മാണത്തിന്റെ പ്രോസസ്സുകൾ ആരംഭിക്കുന്നത്. ഇവിടെ ഹാർവെസ്റ്ററുകൾ ഉപയോഗിച്ച് ഗോതമ്പിനെ ക്രോപ്പിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. പിന്നെ ഗോതമ്പ് ചാക്കുകളിലോ മറ്റോ പാക്ക് ചെയ്ത് ട്രക്കുകളിലോ മറ്റോ ലോഡ് ചെയ്ത് ഫാക്ടറികളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഫാക്ടറിയിൽ ഈ ഗോതമ്പ് ഡംപിംഗ് അല്ലെങ്കിൽ ഇൻടേക്ക് പോയിന്റിൽ ഇടുകയും അത് ഒരു മെഷ് വഴി മൂവ് ചെയ്ത് മറ്റൊരു സെക്ഷനിൽ എത്തുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ലാബ് ടെസ്റ്റിനായി ഗോതമ്പിൽ നിന്ന് സാമ്പിൾ എടുക്കുന്നു. ഇവിടെ വെച്ചാണ് ഗോതമ്പിന്റെ മോയ്സ്ചർ, പ്രോട്ടീൻ, ഗ്ലൂട്ടൻ, മിനറൽ ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഗോതമ്പ് ഒരു സ്പെഷ്യൽ ബക്കറ്റ് കൺവെയർ യൂസ് ചെയ്ത് ഫാക്ടറിയുടെ ടോപ്പിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. കാരണം മിക്ക ഫാക്ടറികളും ഒരു ടോപ്പ് ടു ബോട്ടം പ്രോസസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫാക്ടറിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഓരോ പ്രോസസ്സുകൾ വഴി ഗോതമ്പ് മൈദയായി മാറുന്നു എന്നർത്ഥം. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം ഗ്രാവിറ്റി ഈ പ്രോസസ്സുകളെ എളുപ്പമാക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇനി മുകളിൽ വെച്ചുള്ള ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. പ്രീ ക്ലീനിങ്ങിൽ ഗോതമ്പ് ഒരു ഡ്രം സീവിലൂടെ, അതായത് ഒരു റൊട്ടേറ്റിംഗ് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്നു. ഇവിടെ വെച്ച് ഈ ഗോതമ്പ് വിളവെടുക്കുമ്പോൾ ഇതിൽ അകപ്പെട്ടിട്ടുള്ള കയർ, പ്ലാസ്റ്റിക് പേപ്പർ പോലുള്ള വേസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നു. പിന്നെ ഇവ ഗ്രാവിറ്റി ക്ലീനർ എന്ന ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഈ സെക്ഷനിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള അരിപ്പകൾ ഉണ്ടാകും. ഇവിടെ വെച്ച് ഗോതമ്പ് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഗോതമ്പിന്റെ തണ്ടിൽ നിന്നും മറ്റും ഗോതമ്പിനെ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കുന്നു. അതിനുശേഷമാണ് പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പുകൾ ആരംഭിക്കും. അതിനായി ഗോതമ്പുകൾ ഒരു ഫ്ലോ ബാലൻസറിലൂടെ പാസ് ചെയ്യുന്നു. പിന്നെ അത് ഒരു മാഗ്നറ്റിക് ഡീസ്റ്റോണറിലേക്ക് പോകുന്നു. ഇവിടെ വെച്ച് ഇരുമ്പിന്റെ അംശമുള്ള ബോൾട്ടുകൾ, വയറുകൾ തുടങ്ങിയവ വല്ലതും വീണ്ടും ഈ ഗോതമ്പിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവയെ റിമൂവ് ചെയ്യുന്നു. അടുത്തതായി ഈ ഗോതമ്പുകൾ ഒരു വൈബ്രോ ഡീസ്റ്റോണറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ വൈബ്രേറ്റിംഗ് മെഷീനുകൾക്ക് ഒരു പ്രത്യേകമായ അരിപ്പകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അവ ഗോതമ്പിൽ നിന്നും ഇനിയും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചെറിയ പീസുകളെ മറ്റും റിമൂവ് ചെയ്തെടുക്കുന്നു. പിന്നെ ഈ ഗോതമ്പ് വൈബ്രേറ്റിംഗ് ടിൽറ്റഡ് സ്ക്രീനുകളുള്ള ഒരു ഡീസ്റ്റോണറിലേക്ക് പോകുന്നു. ഇവിടെ താഴെ നിന്ന് മുകളിലേക്ക് പ്രത്യേകമായി സെറ്റ് ചെയ്ത എയർ പാസിംഗ് ഉണ്ടാകും. അതിനാൽ തന്നെ ഗോതമ്പ് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ വലിയ കല്ലുകൾ, ചരൽ കല്ലുകൾ, ഗ്ലാസ് പീസുകൾ എന്നിവ പോലെയുള്ള കനം കൂടിയ വസ്തുക്കൾ താഴേക്ക് വീഴുകയും അതേസമയം ഗോതമ്പുകൾ മറ്റൊരു ഡയറക്ഷനിലേക്ക് പോവുകയും ചെയ്യും. സത്യത്തിൽ ഈ മെഷീൻ വളരെ എഫിഷ്യന്റ് ആയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു ഗോതമ്പ് പോലും വേസ്റ്റ് ആകാതെയാണ് ചരൽ കല്ലുകളും മറ്റും ഇവിടെ നിന്നും വേർതിരിച്ചെടുക്കും. അടുത്തതായി ഗോതമ്പ് ഒരു സ്കൗറർ അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗോതമ്പിനെ വൃത്തിയാക്കുന്ന ഒരു മെഷീനിലൂടെ കടത്തി വിടുകയാണ് ചെയ്യുക. അതിനോട് റൊട്ടേറ്റിംഗ് ഡ്രമ്മും റോളറും പല്ലുപോലുള്ള സ്ട്രക്ചറുകളും ഉണ്ടാകും. ഗോതമ്പ് അവയ്ക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ ധാന്യത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചളിയും തൊലികളും മറ്റും വൃത്തിയാക്കി താഴെ മെഷീനിലൂടെ വീഴുന്നു. പിന്നെ ഗോതമ്പ് മറ്റൊരു ഉപകരണത്തിലൂടെ പോവുകയും അവിടെ വെച്ച് താഴെ ഈ ഗോതമ്പുകളിലേക്ക് വീണ്ടും നല്ല ഫോഴ്സിൽ എയർ നൽകിക്കൊണ്ട് ബാക്കിയുള്ള ചെളിയും തൊലിയുമെല്ലാം കളയുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ് എല്ലാം കഴിയുമ്പോഴേക്കും നല്ല വൃത്തിയുള്ള ഗോതമ്പ് മണികളായി അവ മാറിയിട്ടുണ്ടാകും. ഇനി
ഗോതമ്പിന്റെ ഫൈനൽ ക്ലീനിങ്ങിനായി ഒരു ഗ്രെയിൻ വാഷറിലേക്ക് ഇവയെ കടത്തിവിടുന്നു. ഇത്രയും നേരം എയറും മറ്റും ഉപയോഗിച്ച് ക്ലീൻ ആക്കിയതിനു പകരം ഇവിടെ വെച്ച് വെള്ളം യൂസ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള ചെളിയും മറ്റ് അനാവശ്യ വസ്തുക്കളും നീക്കി കളയുന്നത്. ശേഷം ഇവയെ ചൂടാക്കിക്കൊണ്ട് ഗോതമ്പിന്റെ മുകളിലുള്ള മുഴുവൻ മോയ്സ്ചറൈസറും നീക്കി ഗോതമ്പിനെ നല്ല ഡ്രൈ ആക്കി എടുക്കുന്നു. ഈ ഡ്രൈ ആയ ഗോതമ്പ് കൺവെയറുകളിലൂടെ സ്റ്റോറേജ് റൂമുകളിലേക്ക് പോവുകയും അവിടെ വെച്ച് പൂപ്പണികളിൽ നിന്നും എയറിൽ നിന്നും ഇതിനെ സൂക്ഷിക്കുകയുമാണ് ചെയ്യുക. ഈ ഗോതമ്പുകൾ മൈദയാവാൻ ഇനിയും കുറച്ച് സ്റ്റെപ്പുകൾ ബാക്കിയുണ്ട്. ആദ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഗോതമ്പ് ഒരു മോയ്സ്ചർ മെഷറിംഗ് ഡിവൈസിലൂടെ കടത്തിവിടുകയും അവിടെ വെച്ച് പലതരത്തിലുള്ള സെൻസറുകൾ ഉപയോഗിച്ച് ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അംശം ചെക്ക് ചെയ്യുകയുമാണ് ചെയ്യുക. പിന്നെ അവയെ ഒരു ടർബോഐസർ ഡംബറിലേക്ക് കടത്തിവിടുന്നു. അവിടെ വെച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഒരു സ്പിന്നിംഗ് റോട്ടർ ഉപയോഗിച്ച് അതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യും. ഇത് ഗോതമ്പിനെ 7 മുതൽ 20% വരെ ജലാംശമുള്ളതാക്കി മാറ്റും. അടുത്തതായി ഈ ഗോതമ്പ് 10 മുതൽ 12 മണിക്കൂർ ഒരു ടാങ്കിൽ സൂക്ഷിക്കുക. ഈ ടൈമിൽ ഗോതമ്പിന്റെ ഔട്ടർ ലെയർ അഥവാ മുൻപ് സൂചിപ്പിച്ച ബ്രാൻ എന്ന ലെയർ ഹാർഡ് ആവുകയും ഇൻസൈഡ് പാർട്ട് ആയിട്ടുള്ള എൻഡോസ്പെം എന്ന് പറയുന്ന ലെയർ സോഫ്റ്റും പഫിയായി മാറുകയും ചെയ്യുന്നു. അതിനുശേഷം ഗോതമ്പ് ഒരു ക്രാക്കിംഗ് മില്ലിലേക്ക് പോകുന്നു. ഇതിന് ഡിഫറെന്റ് സ്പീഡിൽ ടേൺ ചെയ്യുന്ന 2 റോളറുകളുണ്ട്. ഗോതമ്പ് അവയ്ക്കിടയിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഗോതമ്പുകൾ പൊടിയാവുന്നതിനു പകരം ക്രാക്ക് ആവുകയും ഇത് ബ്രാൻ, ജം, എൻഡോസ്പെം എന്നീ 3 ലെയറുകളെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവയെല്ലാം അപ്പോഴേക്കും കൂട്ടിക്കുഴച്ച രൂപത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സത്യം. ശേഷം ഈ മിശ്രിതം ഒരു ശുദ്ധീകരണ യന്ത്രത്തിലേക്ക് അഥവാ പ്യൂരിഫയറിലേക്ക് കടത്തിവിടും. ഇതിന് പലതരത്തിലുള്ള അരിപ്പകൾ അഥവാ ഫിൽറ്ററുകൾ ഓരോ ലെവലുകളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. അരിപ്പകളിലെ ദ്വാരങ്ങൾ ഓരോ ലെവലിലും ചെറുതാവുകയും ചെയ്യും. അതിനു പുറമെ താഴെ നിന്ന് ചൂടുള്ള വായു കടത്തിവിടുകയും ചെയ്യും. ഈ വായു കാരണം ബ്രാനും ജമ്മും ഭാരം കുറഞ്ഞ കാരണത്താൽ മുകളിലേക്ക് പൊങ്ങുകയും ഭാരമുള്ള എൻഡോസ്പെം താഴെ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിൽ നിന്നും എൻഡോസ്പെമിനെ വേർതിരിച്ചെടുക്കുന്നത്. ഇത്തരത്തിൽ ക്ലീൻ ആയിട്ടുള്ള എൻഡോസ്പെമിനെ സെമോലിന അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ റവ എന്ന് വിളിക്കുന്നു. ഇത് ഹൽവ ഉണ്ടാക്കാനും മറ്റും ഉപയോഗിക്കാറുണ്ട്. ഇനി മൈദ ഉണ്ടാക്കാൻ ഈ റവ ഒരു റോളർ മില്ലിലേക്ക് പോവുകയും അവിടെ വെച്ച് ഇതിനെ പരത്തി പല റോളറുകളിലൂടെ കടത്തിവിട്ട് കൂടുതൽ നേർത്തതാക്കി മാറ്റുന്നു. അങ്ങനെ ഈ പൊടി 200 മൈക്രോണിനും താഴെയാകുന്നതുവരെ അതിനെ ക്രഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒടുവിൽ 20 മൈക്രോണിനും താഴെയുള്ള പൊടി പ്ലാന്റ് ഷിഫ്റ്റർ എന്ന യന്ത്രത്തിലേക്ക് പോകുന്നു. ഈ യന്ത്രത്തിനുള്ളിൽ ഒരുപാട് ബോക്സുകളിലായി നേർത്ത അരിപ്പകൾ ഒന്നിനു മുകളിൽ ഒന്നായി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ആ പൊടി മുകളിൽ നിന്നും താഴേക്ക് കടത്തിവിടുകയും ഏറ്റവും നേർത്ത പൊടി മാത്രം താഴേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ മൈദയായി ഉപയോഗിക്കുന്നത്. 10നും 100നും മൈക്രോണിനും ഇടയിലുള്ള വലിപ്പം മാത്രമായിരിക്കും മൈദയ്ക്ക് ഉണ്ടാവുക. അതിനുശേഷം ഇതിനെ ഓപ്പൺ എയറിൽ കുറച്ചു സമയം വെച്ചതിന് ശേഷം ഓക്സിജൻ കാരണമാണ് ഇതിന് പൂർണ്ണമായിട്ടുള്ള വെളുത്ത നിറം ലഭിക്കുന്നത്. എന്നാൽ ചില കമ്പനികൾ ഇതിന് പെട്ടെന്ന് പൂർണ്ണമായ വൈറ്റ് നിറം ലഭിക്കാൻ വേണ്ടി ബെൻസോയിൽ പെറോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ബ്രോമൈറ്റ് പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്ത് വേഗത്തിൽ വെളുപ്പിച്ചെടുക്കാറുണ്ട്. സത്യത്തിൽ ഫ്ലോർ, റവ, മൈദ എന്നിവയെല്ലാം ഗോതമ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇവയൊക്കെല്ലാം രുചിയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിനുള്ള പ്രധാന കാരണം മൈദയിൽ ബ്രാനും ജെം എന്നീ ലെയറുകൾ ഇല്ല എന്നുള്ളതാണ്. ഗോതമ്പ് നുറുക്കിന് അഥവാ ദലിയയ്ക്ക് 1000 മുതൽ 1500 മൈക്രോൺ വരെയുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. റവക്ക് 400 മുതൽ 800 മൈക്രോൺ വരെയും ഫ്ലോറിന് 300 മുതൽ 400 മൈക്രോൺ വരെയും മൈദയ്ക്ക് മുൻപ് പറഞ്ഞതുപോലെ വെറും 10 മുതൽ 100 മൈക്രോൺ വരെ വലിപ്പമുള്ള പാർട്ടിക്കിളുകളുമാണ് ഉണ്ടായിരിക്കുക. ഏതായാലും മൈദ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചു കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ഫാക്ടറി നിർമ്മാണം ഏതാണെന്ന് കമന്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ശുഭദിനം.